അപ്പോഴേ ഇതാ ഞാനിന്ന് നമ്മുടെ കൃഷിയിടത്തിലെത്തിയതാണ് കേട്ടോ. അപ്പം നമ്മുടെ കർക്കിടക മാസമൊക്കെ തുടങ്ങിയില്ലേ. അപ്പം ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ എന്താ നിറയെ തകര ചെടികൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ വർഷവും ഇങ്ങനെ മുളച്ച് വരുന്ന തകര ചെടികളാണ്. അപ്പം അതിനകത്ത് ഒരുപാട് നല്ല കിളിർന്ന ഇല നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നടുത്ത് കുറച്ച് തോരൻ വെക്കാമെന്ന്. അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ച് തകരയില പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ തകരച്ചെടിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്മെല്ലൊന്നും നമ്മൾ അരിയുമ്പോഴും ഒരു ചെറിയ സ്മെല്ലുണ്ട്. പക്ഷേ അത് തോരൻ വെച്ച് കഴിയുമ്പോൾ ആ ഒരു സ്മെല്ലേ വരത്തില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് തകരയില ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തകരയിൽ തന്നെ പലതരത്തിലുള്ള തകരകളുണ്ടല്ലോ. ആറ്റുതകര, പൊന്നാരി വീരൻ, കുറേ തകര ഇനത്തിൽപ്പെട്ട സസ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ ഒരു ടൈപ്പ് തകരയിലയാണ് കേട്ടോ. ഇത് മിക്കവാറും ഈ കൃഷിയിടത്തിൽ ഇങ്ങനെ തനിയെ മുളച്ച് വരും. അപ്പോൾ ഇത് പാകമായി കഴിയുമ്പോൾ ഇതിൻ്റെ വിത്തുകൾ വീണിട്ട് വീണ്ടും നമുക്കിതിങ്ങനെ മുളച്ച് വരും. കുറേയൊക്കെ നമ്മൾ പിഴുത് കളയാം, കുറേ ഞാനിവിടെ ഇങ്ങനെ പിഴുത് കളയാൻ നിർത്തിയിരിക്കും. അതപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്ത് തോരൻ വെക്കാൻ പറ്റുമല്ലോ. നമ്മുടെ ഈ തകരച്ചെടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. സാധാരണ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ ഒരുപാട് നിപ്പുണ്ട്, പക്ഷേ അതിനൊക്കെ ഓരോരോ കീടശല്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ തകരച്ചെടിക്ക് യാതൊരു തരം കീടശല്യങ്ങളും ഇല്ല. നല്ല പച്ചപ്പോടെ തന്നെയാണ് വളർന്നു നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ആനക്കൊമ്പൻ വേണ്ട നിപ്പുണ്ട്. അതിൻ്റെ പൊക്കം നോക്കി എന്നെക്കാളും ഒരുപാട് പൊക്കത്തിലൊക്കെ അത് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ആനക്കൊമ്പൻ വേണ്ടയ്ക്ക് ഇത്തവണ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്തോ ഒരു കിളി വന്നിട്ട് അതിൻ്റെ വിത്തുകൾ മൊത്തം കൊത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഏറ്റവും ഉൾഭാഗത്ത് പോകുന്ന കിളിന്ന് വെണ്ടയ്ക്ക മാത്രം നമുക്ക് ഇടയ്ക്കൊക്കെ കിട്ടും. ബാക്കിയൊക്കെ ആ കിളികൾ കൊണ്ടുപോവുകയാണ്. പിന്നെ നമ്മുടെ സിറമുളക് ഇതാ ഇവിടെ കുറേ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം വിളവെടുക്കാറായി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു 5-6 മുളക് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് വിളഞ്ഞിട്ടില്ല. സിറമുളകിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ശരിക്കും നമുക്ക് മുളക് കിട്ടും. ഇത്തവണ എന്തുവാണെന്നറിയത്തില്ല, നമ്മുടെ മുളക് ഞാൻ കുറേയേറെ നട്ടെങ്കിലും ഒരു ഭാഗത്തെ മുളക് മാത്രമേ നന്നായിട്ട് പിടിച്ച് കിട്ടുകയുള്ളൂ. ബാക്കി കുറേ ഭാഗത്തെ മുളക് ഇങ്ങനെ പിടിച്ചിട്ടില്ല കേട്ടോ. അതൊരു വല്ലാത്ത രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് കുറച്ച് വെണ്ടയുടെ വിത്തുകൾ പാവി കൊടുത്തിട്ടുണ്ട്. അപ്പം വെണ്ട വിത്ത് നമ്മുടെ ഈ വാരത്തിലിടുമ്പോൾ നന്നായിട്ട് തന്നെ കിളിച്ച് വരുന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ നിപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബട്ടർ നട്ടിൻ്റെ കാര്യം ഓർത്തത് കേട്ടോ. അപ്പോഴേ ഈ ബട്ടർ നട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ സീസണിലെ കൃഷി തുടങ്ങിയപ്പോഴും ഇവിടെ കുറച്ച് വിത്തും തൈകളൊക്കെ നട്ട കൂട്ടത്തിലേയും തനിയെ കിളിച്ച് വന്നതാണ് ഈ ബട്ടർ നട്ട്. കാരണം അത് കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു ഭാഗത്തായിരുന്നു വേനൽ സമയത്ത് നമ്മൾ ബട്ടർ നട്ട് നട്ടിരുന്നത്. പിന്നെ അതാണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് തക്കാളി വീണ്ടും നിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ തക്കാളിക്കായും ഒന്ന് ആവശ്യത്തിന് എടുക്കുകയാണ്. കാരണം കുറേ മഴ ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരുവിധമൊക്കെ അഴുകി നിൽക്കുകയാണ്. നന്നായിട്ടൊന്നും ഇല്ല, ചിലതൊക്കെ അങ്ങ് പൊട്ടിപ്പോകുന്നുണ്ട്. എന്തായാലും ഒരു വഴിക്ക് വന്നല്ലയോ ഇരിക്കട്ടെന്ന് കരുതുന്നതാണ്. ഞാനൊരു ബട്ടർ നട്ട് എടുത്തിട്ടുണ്ട്. അപ്പം രാവിലെ നമുക്ക് ഇഡലിക്കുള്ള സാമ്പാറിനകത്ത് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ വിളഞ്ഞ് കിടക്കുവാണ്. ഇപ്പം ഇത് കണ്ടോ, ഇത് ഞാനൊരു വേറൊരു ടൈപ്പ് ആനക്കൊമ്പൻ വെണ്ടയാണ്. അപ്പം നമ്മളിപ്പം കണ്ടത് വേറൊരു ടൈപ്പ് വെണ്ടയാണ്. ഇപ്പോൾ ഈ നിൽക്കുന്നത് വേറൊരു ടൈപ്പ് ആനക്കൊമ്പനാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറിയിട്ട് കുറച്ച് തക്കാളിക്ക വീണ്ടും നട്ടിട്ടുണ്ട്. പക്ഷേ ഈ മഴയത്ത് തക്കാളി നടാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. കാരണം എല്ലാം ഒരു തരം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ നിൽക്കുന്നത്. എങ്കിലും പച്ച നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓണത്തിനേക്ക് ശരിയാകുമെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതങ്ങ് തീർന്നു പോകും. അത്ര നല്ല ഇതിലൊന്നും അല്ല നിൽക്കുന്നത്. കായ ഒരുപാട് പിടിക്കുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ കീടാക്രമണങ്ങളൊക്കെ ഇതിനുണ്ട്. എനിക്ക് തോന്നുന്ന ഈച്ചയുടെ ശല്യം ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നത്. അപ്പം നമ്മൾ തൊടുന്നുണ്ട് തന്നെ അങ്ങ് പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമരപ്പയറുണ്ടല്ലോ, സാമ്പാറിനകത്തിരുന്ന അമരപ്പയർ ഞാൻ നോക്കിയത്, പക്ഷേ അതിനകത്ത് കായായിട്ടില്ല. നിറയെ പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കായായിട്ടില്ല. കുറച്ച് കാഴ്ചകൾ കൊണ്ടൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. അപ്പോഴത്തേക്ക് ആ മഴ ചാറാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങും. അതിനു മുമ്പേ അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേതാ. ഇത് കണ്ടോ, മുളക് ഇതിനകത്തൊക്കെ നിറയെ നിപ്പുണ്ട്. വിളവായിട്ടില്ല. അപ്പം അവിടെ നിൽക്കട്ടെ, ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് പിച്ചാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് വിളയുമല്ലോ. അപ്പം നമ്മുടെ കുറച്ച് കുക്കുമ്പർ വിളവെടുത്തിട്ടുണ്ട്. അപ്പം ഇത് പച്ച കളറിലെ കുക്കുമ്പറാണ്. അപ്പോൾ ഇത് വിളവെടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കണ്ടോ, നന്നായിട്ട് ഈച്ച കുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാത്തിനകത്തും ഓരോ ഈച്ച കുത്തലൊക്കെ ഉണ്ട്. അപ്പോഴിനി മഴ പെയ്യുന്നതിന് മുമ്പ് പയ്യെ വീട് പിടിക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് നമുക്ക് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.